കടിച്ച കൂറിലോസിനെ കൊണ്ട് വിഷമിറക്കി മാർത്തോപ്പെന്തോ പ്രത്യാശാ മഹോത്സവം. മാർത്തോമാ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സമാന്തര പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിൽ തന്നെ മാർത്തോമാ സഭയിൽ നിന്നും മുടക്കിയ യുയാക്കിം മാർ കൂറിലോസ് മെത്രാനെതിരെ നിയമയുദ്ധം നടത്തുകയും അതിൽ വിജയിക്കുകയും മാർത്തോമാ സഭയിലേക്ക് തന്നെ തിരികെ പ്രവേശിക്കുകയും ചെയ്ത പി ഡാനിയൽ എന്ന പാപ്പി ഡാനിയലിന് ഇന്ന് അഭിമാന നിമിഷം. കാരണം തന്നെ മുടക്കിയ പഴയ അടൂർ മാവേലിക്കര മെത്രാൻ കൂറിലോസിനെ കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രത്യാശ മഹോത്സവം എന്ന പേരിൽ ഡിസംബർ 4 മുതൽ 8 വരെ ചേപ്പാട് നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം നടത്തിക്കുന്നത്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്ന് പറഞ്ഞതുപോലെ. എന്നാൽ പാപ്പിയെ മുടക്കിയ സ്വവർഗാനുരാഗിയായ മെത്രാനെതിരെ കേസ് വരികയും മെത്രാന്റെ മാനം പോവുകയും ചെയ്തിരുന്നു. പിന്നീട് മെത്രാൻ പാപ്പിയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിച്ചാണ് കുപ്പായം പോകാതെ രക്ഷപ്പെട്ടത് പോലും. അന്നു മുതൽ കൂറിലോസ് മെത്രാൻ പാപ്പിയുടെ ഭക്തനാണ്. കൂറിലോസിന്റെ കളർ ഫോട്ടോയൊക്കെ വെച്ച് വലിയ പരസ്യങ്ങളും മലയാള മനോരമയിൽ ഫുൾ പേജ് പരസ്യവും ഒക്കെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ആണുങ്ങളെ കാണുമ്പോൾ രോഗമിളകുന്ന മെത്രാന്റെ ഫോട്ടോ വെച്ചാൽ ആള് കൂടില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും പരസ്യമില്ലെങ്കിൽ കൂറിലോസ് വരില്ല എന്ന ആ മനഃശാസ്ത്രം അറിഞ്ഞാണത്രേ പരസ്യം കൊടുത്തത്. പ്രത്യാശാദീപം മേഴ്സി ഹോം പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്നാണ് പാപ്പിച്ചായന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പേര്. ദി ലൈറ്റ് ഓഫ് ഹോപ്പ് മിഷൻ എന്ന പേരിൽ ഒരു മിനിസ്ട്രിയും അദ്ദേഹത്തിനുണ്ട്. ഇത് മാർത്തോമാ സഭയുടെ വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും എതിരാണെന്ന് പറഞ്ഞാണ് പാപ്പി ഡാനിയലിനെ മെത്രാൻ വർഷങ്ങൾക്ക് മുമ്പ് മുടക്കിയത്. ഇപ്പോൾ അതെങ്ങനെയാണ് മാർത്തോമാ സഭയ്ക്ക് ഹലാലായത് എന്നറിയില്ല. കൂറിലോസ് നേതൃത്വം കൊടുക്കുന്ന കൺവെൻഷനിൽ മുഖ്യ പ്രാസംഗികർ ആരൊക്കെയാണെന്ന് കാണുക. വചനക്കൊള്ള വ്യവസായ രംഗത്തെ കുപ്രസിദ്ധ തീവട്ടികൾ, സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ വിലയിടിഞ്ഞു പോയ, സ്വന്തം കുടുംബം പോലും ഉപേക്ഷിച്ചു പോയ പാസ്റ്റർ സുരേഷ് ബാബു, മൂർഖൻ പാമ്പിന്റെ വിഷം വരെ മറുഭാഷ പറഞ്ഞ് പുറത്തിറക്കുന്ന IPC പാച്ചർ ബാബു ചെറിയാൻ, അങ്ങനെ പോകുന്നു. മാർത്തോമാ സഭയിലെ വിശ്വാസികൾ ഈ 2 സഫർഗൻ മെത്രാന്മാരെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് ജോസഫ് ബർണബാസ് സഫർഗൻ മെത്രാപ്പോലിത്ത 8 മെത്രാന്മാരെ കൊണ്ട് പോപ്പിനെ കാണാൻ വത്തിക്കാനിൽ പോയത്. അത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ഇതാ കൂറിലോസ് മെത്രാൻ മാർത്തോപ്പെന്തോ സംയുക്ത കൺവെൻഷന് അധ്യക്ഷത വഹിക്കുന്നു. അതും അയാൾ മുടക്കിയ ആളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൺവെൻഷന്റെ. ഇങ്ങനെ എല്ലാ തീവട്ടുകളുടെയും കൂടെ പോകാനാണെങ്കിൽ പിന്നെ മാർത്തോമാ സഭയുടെ പ്രസക്തി, അസ്തിത്വം എന്താണെന്നാണ് മാർത്തോമാ സഭാ വിശ്വാസികൾ തന്നെ ചോദിക്കുന്നത്. മെത്രാന്മാരുടെ പടം വെച്ചാൽ മാർത്തോമാ സഭാ വിശ്വാസികളും കൂടെ ഇവരുടെ കൂട്ടായ്മയിൽ ചെല്ലും, അവരുടെ കച്ചവടം വിപുലമാകും എന്ന് കരുതിയാണ് പാപ്പി ഈ പരിപാടി ചെയ്യുന്നത്. അത് മനസ്സിലാക്കുവാനുള്ള ബോധം പക്ഷേ മെത്രാനില്ല. പക്ഷേ മെത്രാൻ ചെല്ലുമ്പോൾ വലിയ കവർ കിട്ടും. അതുപോലെ സഭാധ്യക്ഷന്റെ കസേരയിൽ മണകുടാഞ്ചന്മാർ കയറിയിരുന്നാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.